നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാര്യം ഡിസംബർ മാസത്തിൽ നമ്മുടെ PSCയുടെ ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ കലണ്ടർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് 10th പ്രിലിംസിന്റെ കാര്യവും അതുപോലെ തന്നെ LGSന്റെ എക്സാമിനേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ 2024 ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയെന്ന് നമുക്ക് ഒരൊറ്റത്തിൽ തന്നെ നോക്കാം. ആദ്യമായിട്ട് ഇതിനകത്ത് പറയുന്നത് കേരള പോലീസിലേക്കുള്ള സയന്റിഫിക് ഓഫീസറുടെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അത് 2-ാം തീയതിയാണ്, ഡിസംബർ 2-ാം തീയതിയാണ്. ജൂനിയർ ലെക്ചറിന്റെ എക്സാമിനേഷൻ 3-ാം തീയതി നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ 3-ാം തീയതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ 5-ാം തീയതി നടക്കുന്നുണ്ട്. LGSന്റെ കോമൺ എക്സാം, LGSന്റെ പ്രിലിംസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രിലിംസ് അല്ല, കോമൺ എക്സാമിനേഷൻ, നിങ്ങൾക്കറിയാം LGSന്റെ കോമൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് 2024 ഡിസംബർ 7-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളുടെ എക്സാമിനേഷൻ ആണ് 2024 ഡിസംബറിന് നടക്കുന്നത്. 2024 ഡിസംബർ 7-ാം തീയതി നടക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടന്റിന്റെ എക്സാമിനേഷൻ 9-ാം തീയതി നടക്കുന്നുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ എക്സാമിനേഷൻ 10-ാം തീയതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് അങ്ങനത്തെ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് 10th പ്രിലിംസിന്റെ എക്സാമിനേഷന്റെ കേസാണ്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായി കാണിക്കുന്നുണ്ട്, പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് തന്നെ കാണിക്കുന്നുണ്ട്. സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടൈം കീപ്പർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ട് 6-ന് മുകളിൽ 6, 7, 8, 9 പോസ്റ്റുകളോളം വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും 6-ന് മുകളിൽ പോസ്റ്റുകൾ നമ്മുടെ ഈ പറയുന്ന 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്ന എക്സാമിനേഷൻസിന്റെ ഒക്കെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. 22/9/2023 മുതലായിരുന്നു അതിന്റെ കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ. അതിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് 28/12/2024 ആണ്. 28/12/2024 ഈ പറയുന്ന 10th പ്രിലിംസിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും കൺഫർമേഷൻ കൊടുത്തവര് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് അസിസ്റ്റന്റ് ടൈം കീപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി വിഭാഗം, അതുപോലെ തന്നെ പിന്നെ ഇത് വരുന്നുണ്ട്. ഇതെല്ലാം ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ആണ്. പിന്നെ ഓഫീസ് അറ്റൻഡന്റ്, പിയൂൺ, റൂം അറ്റൻഡന്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സാമിനേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ എക്സാമിനേഷൻ ഒക്കെ നടക്കാനായിട്ട് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 28/12/2024 ആണ്. അപ്പൊ എന്തായാലും ഇതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുന്നത് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിനേഷൻ 30/12 നടക്കുന്നുണ്ട്. കുറച്ച് എക്സാമിനേഷൻസ് ആണ് നടക്കുന്നത്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് തന്നെയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ LGSന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ 10th പ്രിലിംസിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം നിലവിൽ ഇപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 2025 നടക്കാൻ സാധ്യതയുള്ള ഫോഴ്സ് എക്സാംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ മോഡൽ എക്സാംസ്, അതിൻ്റെയൊക്കെ നോട്ട്സ്, PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം കൂടി ഉൾപ്പെടുന്ന കോഴ്സ് ആയിരിക്കും. അപ്പോൾ അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, 996111699272. ഇത് കോൾ എനേബിൾഡ് നമ്പറല്ല, വാട്സ്ആപ്പ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ഇപ്പോൾ CPOയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറോ ഒക്കെ മാത്രം ഏതെങ്കിലും 1-2 മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക് തന്നെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നോ CPO എന്നോ പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കലണ്ടർ വന്ന കാര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും എക്സാമിനേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.